ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ട് അവസാനിച്ച് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ബംഗാളിലെ 34 വർഷത്തെ ഇടതുഭരണം. 1977 ജ്യോതി ബസുവിലൂടെ തുടങ്ങി 2011 ബുദ്ധദേവ് ഭട്ടാചാര്യയിലൂടെ അവസാനിച്ച ആ ചുവപ്പ് കോട്ട ഇന്ന് തകർന്നു തരിപ്പണമായി നിൽക്കുകയാണ്. ഭരണം നഷ്ടപ്പെട്ട് 15 വർഷം പിന്നിടുമ്പോൾ ബംഗാൾ നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ഇടതുപക്ഷം. എന്നാൽ 2026 ഈ നിർണായക പോരാട്ടത്തിൽ ബംഗാളിൽ ഇടതു ചലനം ഉണ്ടാവുമെന്ന വലിയ പ്രതീക്ഷയിലാണ് അണികൾ. യുവാക്കളെ അണിനിരത്തി CPIM നടത്തുന്ന പോരാട്ടം തൃണമൂലിനും BJPക്കും ഒരുപക്ഷെ നേരിയ തലത്തിലുള്ള വെല്ലുവിളി ഉണ്ടായേക്കാം. 2011 അധികാരം നഷ്ടപ്പെടുന്ന സമയവും ഇടതുപക്ഷത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. അന്ന് CPIMന് മാത്രം 40 സീറ്റുകളും 30% വോട്ടും ഉണ്ടായിരുന്നു. ഇടതുമുന്നണിയുടെ ആകെ വോട്ട് വിഹിതം 40%. എന്നാൽ പിന്നീട് കണ്ടത് വൻ തകർച്ചയാണ്. 2016 കോൺഗ്രസുമായി കൈകോർത്തിട്ടും വോട്ട് വിഹിതം 20% അന്ന് ചുരുങ്ങി. ഇനി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ബംഗാൾ രാഷ്ട്രീയം അന്ന് CPMനെ വായിച്ചതേയില്ല. തൃണമൂലും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി അന്ന് അത് മാറി. ഇടത് വോട്ടുകൾ വൻതോതിൽ BJPയിലേക്ക് പോയ കാലഘട്ടം കൂടെയായിരുന്നു അത്. ഇനി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ബംഗാൾ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത കാലഘട്ടം. വോട്ട് വിഹിതവും 5% കുറവായി മാറി. എന്നാൽ ഇത്തവണ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇടതുമുന്നണിയുടെ നീക്കം. ആകെയുള്ള സീറ്റുകളിൽ 252 ഇടത്താണ് ഇടതുപക്ഷം മത്സരിക്കുന്നത്. കൂടാതെ BJPയെയും തൃണമൂലിനെയും ഒരുപോലെ എതിർക്കുന്ന നോ വോട്ട് ടു BJP, നോ വോട്ട് ടു TMC ക്യാമ്പയിനുകളും ഇത്തവണ ശക്തമാണ്. ഇടതുപക്ഷത്തിന് ഇത്തവണ വലിയ അട്ടിമറികളിലല്ല പ്രതീക്ഷ, മറിച്ച് അവരുടെ ലക്ഷ്യം ലളിതമാണ്: വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക, നിയമസഭയിൽ സാന്നിധ്യമാവുക, ഒരു സീറ്റിലെങ്കിലും. ഇതിനായി CPIM മുന്നോട്ട് വെക്കുന്നത് ഒരു പുതിയ നിരയാണ്. ഇത്തവണ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ CPIM യുവത്വത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് നമുക്ക് കാണാം. മീനാക്ഷി മുഖർജി, സയൻദീപ് മിത്ര, ദീപ്സിത ദാർ തുടങ്ങിയ യുവ നേതാക്കൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുമുണ്ട്. യുവാക്കളും വനിതകളും ഉൾപ്പെടുന്ന ഒരു പുതിയ നിര. ഗ്രാമീണ മേഖലകളിൽ ജനങ്ങളുമായി ഏറെ അടുപ്പമുള്ള നേതാക്കൾ. അവരിലൂടെയാണ് CPIM തിരിച്ചുവരവിന് ശ്രമിക്കുന്നത്. DYFIയുടെ നേതൃത്വത്തിൽ നടന്ന ഇൻസാഫ് യാത്ര ഗ്രാമങ്ങളിൽ വലിയ ചലനം ഉണ്ടാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇനി മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമാണ്. മുസ്ലിം വോട്ടുകൾ തൃണമൂലിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ISFുമായുള്ള ധാരണ സഹായിക്കുമെന്നും അവർ പ്രത്യാശിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതനുസരിച്ച് ബംഗാളിൽ ഒരു സൈലന്റ് വേവ് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് തൃണമൂലിന്റെ അനീതിയും BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിലും മടുത്ത ഒരു വിഭാഗം വോട്ടർമാർ വീണ്ടും ചുവപ്പിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷേ ഇത് സീറ്റുകളായി മാറാൻ ഒരുപക്ഷെ CPIMന് ഇനിയും ഒരുപാട് ദൂരം താണ്ടേണ്ടതുണ്ട്. BJPയിലേക്ക് പോയ ഇടതു വോട്ടുകൾ തിരിച്ചെത്തുന്നുണ്ടോ എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചോദ്യം. കണ്ടറിയാം തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത്.